പലപ്പോഴും നല്ല മനുഷ്യരുടെ മനസ്സിൻ്റെ ആ മനോഹാരിതയെ ഈ സമൂഹത്തിന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അതിനൊരു ചെറിയൊരു കൊച്ചു കഥ ഞാൻ പറയാം. ഒരു പെൺകുട്ടി, നല്ലൊരു കുടുംബത്തെ പെൺകുട്ടി, അവൾ കല്യാണം കഴിഞ്ഞ് അവൾ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അവിടെ സ്വിഗ്ഗിയോ കൊറിയറോ ഒന്നുമില്ലാത്ത വളരെ ഒരു പഴയൊരു ഗ്രാമം. ആ ഗ്രാമത്തിൽ അവൾ കല്യാണം കഴിച്ച് പോയിട്ട് അവളുടെ ആദ്യത്തെ വിവാഹ വാർഷിക ദിനം വരികയാണ്. അപ്പോൾ അവൾ ഭർത്താവിന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ഓരോ മണിക്കൂറും ആ ഗ്രാമത്തിൽ തന്നെ ബൊക്കെ ഉണ്ടാവില്ല, ഫ്ലവർ ബൊക്കെ ഉണ്ടാകില്ല. അവൾ എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ചിട്ട് അതിനുവേണ്ടി ഇങ്ങനെ കല്യാണ ദിവസത്തെ ഒരാഴ്ച മുമ്പ് തൊട്ട് തന്നെ ഇവളിങ്ങനെ തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ട് വരികയാണ്. പക്ഷേ ഇയാൾക്ക് അറിയുന്നില്ല ആരൊക്കെയോ വരുന്നുണ്ട്, എന്തൊക്കെയോ സാധാരണ ഇങ്ങനെയല്ല. എപ്പോഴും അവൾ എന്തുണ്ടെങ്കിലും പറയും. അന്ന് ഇവളൊന്നും ഒരാഴ്ചയായിട്ട് ഒന്നും പറയുന്നില്ല. ഇവൾ പെട്ടെന്ന് ഇവളാണ് മാർക്കറ്റിലേക്ക് പോവുക. പൂജയ്ക്കുള്ള പൂ വാങ്ങിച്ചിട്ട് വരാനും അല്ലെങ്കിൽ പച്ചക്കറി വാങ്ങിക്കാനും ഒക്കെ ഇവളാണ് കടയ്ക്ക് പോവുക. അപ്പോൾ മാർക്കറ്റിലുള്ള ആൾക്കാരറിയാം. വാസ്തവത്തിൽ ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെയുള്ള മാർക്കറ്റിലെ പരിചയപ്പെട്ട ചേച്ചിമാരും അമ്മമാരും ഉള്ള അവരോട് പറഞ്ഞ് ഇങ്ങനെ വിവാഹ ദിവസം വരികയാണ്, എൻ്റെ ഭർത്താവിന് സർപ്രൈസ് കൊടുക്കണം, ഓരോ മണിക്കൂറും ഫ്ലവർ ബൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരണം, പിന്നെ കേക്ക്, പിന്നെ അങ്ങനെ എല്ലാം, ഡ്രസ്സ് എല്ലാം. ഇപ്പോൾ ഇവൾക്ക് കുറച്ച് അച്ഛനോ അമ്മയും സഹോദരന്മാരൊക്കെ വരുമ്പോൾ, കുറച്ച് അമ്മമാരൊക്കെ വരുമ്പോൾ കാശ് കൊടുക്കില്ല. അതൊക്കെ വെച്ചിട്ടാണ് ഈ കുട്ടി പാവം ചെയ്യുന്നത്. പക്ഷെ ഇവനൊന്നും അറിയുന്നില്ല. ഇവൻ മെല്ലെ ആൾക്കാർ വരുന്നു. ഇവന്ന് പോയി കുറച്ച് എന്തോ എന്തോ സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, ഒരാണിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവൻ ഓടിപ്പോയി നോക്കുന്ന സമയത്ത് അവിടെ ഇല്ല. ഒരു ബൈക്കിൽ ഇങ്ങനെ ഒരാൾ പോകുന്നു. ഇങ്ങനെ ഒരു സംശയം ഇവനെ ഓരോ ദിവസം അധികമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ വിവാഹ ദിവസം കാലത്ത് തൊട്ട് ഓരോ മണിക്കൂർ ഇങ്ങനെ ഫ്ലവർ ബൊക്കെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ബെല്ലടിക്കും, ആൾ കാണില്ല. നോക്കുമ്പോൾ ഒരു ബൈക്കിൽ ഒരാൾ പോകുന്ന കാണാം. അപ്പോൾ ഇവന് ഭയങ്കര സംശയമോ ഒന്നും അറിയുന്നില്ല. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഇവന് സംശയമുണ്ട്. അപ്പോൾ അവൾ വിളിച്ച് ചോദിക്കും, നമുക്ക് അമ്പലത്തേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം അറിഞ്ഞാകണം, എന്താണ് ഇതെന്താണെന്ന് എനിക്കൊന്നും അറിയുന്നില്ലല്ലോ, ഓരോരുത്തർ വരുന്നു, നീ ആരോടൊക്കെ സംസാരിക്കുന്നു, എന്താണിത്? അപ്പോൾ അവൾക്ക് ഇത് അറിയില്ല, ഇയാൾ സംശയിക്കുന്നുള്ള ആ പാവത്തിന് അറിയില്ല. അപ്പോൾ അവൾ പറയും, എന്നെ നിങ്ങൾ സംശയിക്കുകയാണോ? നമുക്ക് ആദ്യത്തെ വിവാഹ ദിവസമാണ്. എനിക്ക് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒന്ന് നിങ്ങൾക്ക് സർപ്രൈസ് തരാമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ്. ഓരോ മണിക്കൂറും നിങ്ങൾക്ക് ഫ്ലോർ ബൊക്കെയും പൂക്കളും പിന്നെ ഓരോ ഗിഫ്റ്റുകളും പിന്നെ കേക്കുകൾ, അങ്ങനെ എല്ലാം നിങ്ങൾ അമ്പലത്തിൽ പോകണമെന്ന് മാത്രമേ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഇത്രയൊക്കെ ചെയ്തല്ലോ, നിങ്ങൾ എന്നെ സംശയിച്ചല്ലോ പറഞ്ഞ് അവൾ വിഷമിക്കുമ്പോൾ വാസ്തവത്തിൽ ഇവരും വിഷമിച്ചു. രണ്ടുപേരും കൂടി പരസ്പരം കണ്ണീർ തുടച്ചു. അവർ വിവാഹ ദിവസം അവർ അമ്പലത്തിൽ പോയി ആഘോഷിച്ചു. ഇവിടെ കഥ കഴിയുന്നുണ്ട്. പക്ഷെ പല സമയങ്ങളിലും നമ്മൾ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാനൊരു വീട്ടിൽ പോയി, ഒരു ഓഡിറ്ററുടെ വീടാണ്. ആ ഓഡിറ്റർ വീട്ടിൽ പോയിട്ട് അയാൾ കുറച്ച് വയസ്സായ ആളാണ്. അപ്പോൾ അയാളുടെ മരുമകൾ മോൾക്ക് സ്കൂൾ വിട്ട് വന്നൊക്കെ മോൾക്ക് വിശക്കില്ലേ പറഞ്ഞിട്ടൊരു സ്വീറ്റ്സ് ഇങ്ങനെ വായിലങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തു. അവൾക്ക് വേറെന്തോ മൂഡ് ഔട്ടായിട്ട് വരിക അങ്ങോട്ട് തോന്നുന്നു. 7ാം ക്ലാസ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, എന്തെങ്കിലും സ്കൂളിലെ പ്രഷറോ റാങ്കിങ്ങിൻ്റെ ഇഷ്യൂ എന്തോ. അപ്പോൾ അവൾ ഹിന്ദിയിൽ കുറേ അമ്മയെ ചീത്ത പറഞ്ഞിട്ട് അങ്ങനെ അവിടെ തന്നെ തുപ്പിയിട്ട് അവളിങ്ങോട്ട് ഉള്ളിലേക്ക് പോയി. ഞാൻ ഈ കാഴ്ച കണ്ടു. ആ വളരെ റിച്ചായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഒരു ഓഡിറ്ററുടെ മരുമകളാണ്. അവർ നന്നായി പഠിച്ചൊരു, ഞാൻ മാത്രമേ അത് കണ്ടുള്ളൂ. അവർ ഇങ്ങനെ സാരി ഇങ്ങനെ തലയിൽ ഇട്ടിട്ടൊക്കെയാണ് അവരുണ്ടാകുക. ആ സാരി എടുത്ത് കണ്ണ് തുടച്ചിട്ട് എന്നോടൊന്ന് പറഞ്ഞു ഹിന്ദിയിൽ, എൻ്റെ ഫാദറിനോട് പറയരുതേ, അദ്ദേഹം വിഷമിക്കും, എൻ്റെ ഭർത്താവിനോടും പറയരുതേ, വിഷമിക്കും. ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ അങ്ങനെ ഒരിക്കലും പറയില്ല പ്രിയ സഹോദരി എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് കാപ്പി കൊണ്ടും തരുമ്പോഴും അവർ എന്നോട് പറഞ്ഞു, ദയവ് ചെയ്ത് പറയരുതേ. ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ പറയില്ല. പക്ഷെ മോൾക്ക് അവർ അപ്പം ഞാൻ മനസ്സിലാക്കിയത് ആ കുട്ടിയുടെ തെറ്റൊന്നും പറയാൻ വയ്യ. അവൾ വേറെന്തോ വിഷമത്തിൽ വരികയാണ്. അവളോടൊന്ന് ചോദിച്ചിട്ട് അത് കൊടുക്കായിരുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും നന്മ ചെയ്യാൻ പോകുമ്പോൾ, നല്ല വാക്കുകൾ കിട്ടുമ്പോൾ, അല്ല ചില പ്രതീക്ഷകളായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേദനകൾ തിരിച്ചു വരാറുണ്ട്. അതൊക്കെയല്ലേ ഭഗവത്ഗീത പറയും, നിങ്ങൾ ചെയ്യുന്ന കടമകൾ നിങ്ങൾ ചെയ്യൂ, നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടെന്ന് പറയുന്ന. വാസ്തവത്തിൽ ഇങ്ങനത്തെ ഡിസപ്പോയിൻമെൻറ്റ് വരുമ്പോൾ സഹിക്കാനുള്ള സഹനശക്തി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ മൈൻഡ് പ്രിപ്പയർഡായിട്ട് ഇരിക്കണം എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കും പാവം ശ്രീകൃഷ്ണൻ നമ്മളെയൊക്കെ ഉപദേശിച്ചത്. പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ജോലി ചെയ്ത് ശമ്പളം വേണ്ടേ? ശമ്പളം ഇല്ലെങ്കിൽ ഒരു കേരളീയൻ വിടുമോ? നമ്മളൊക്കെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ. കമ്മ്യൂണിസ്റ്റിൻ്റെ അടിസ്ഥാനപരമായിട്ട് കുറേ കമ്മ്യൂണിസ്റ്റുള്ള രാജ്യമല്ലേ നമ്മുടെ കേരളം, കമ്മ്യൂണിസ്റ്റിൻ്റെ ഗവൺമെൻറ് ഉള്ളതല്ലേ, നമ്മളങ്ങനെ വിടുമോ? അങ്ങനെ പല ചിന്തകളും വന്നിട്ടുണ്ട് ചെറുപ്പത്തിൽ. പക്ഷേ ശ്രീകൃഷ്ണൻ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു രഹസ്യം ഇതൊക്കെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഞാനിത് പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇതിൽ നിന്ന് മനസ്സിലായില്ലേ? താങ്ക് യു, ലവ് യു ഓൾ.